ഹലോ ഗേസ്, ഐ എം രാഹുൽ രാജ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ജോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിനകത്ത് ലാഗ് എങ്ങനെ ഫിക്സ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളൊക്കെ പബ്ജി കളിക്കുന്നതായിരിക്കാം, കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുന്നവരായിരിക്കും, പലതരത്തിലുള്ള ബാറ്റിൽ ഗ്രൗണ്ട്സ് ഗെയിംസ് നിങ്ങൾ കളിക്കുന്നവരായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കളിക്കുന്നവർക്കെല്ലാം ഒരൊറ്റ വിഷയം, ആൻഡ്രോയിഡ് സെഗ്മെന്റിൽ ഉണ്ടാകുന്ന ലാഗ്. അത് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റിയ നല്ല രീതിയിൽ നമുക്ക് ഫോണിൽ ആൻഡ്രോയിഡ് സെറ്റിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഗെയിം പ്ലേ ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ലാഗ് ബാധിക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റോറേജ് കുറഞ്ഞ ഫോണുകൾക്കായിരിക്കും. 3GB ഫോൺ, അതുപോലെ ഇപ്പോൾ 2GB 4GB വേരിയൻ്റ് ഒക്കെ വരുന്ന ഫോണുകൾക്കാണ് ഏറ്റവും കൂടുതൽ ലാഗ് ഇഷ്യൂ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ തടയാൻ പറ്റുന്ന ഒരു ട്രിക്കും ടിപ്പുമാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക. അതോടൊപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ മറക്കാതെ തന്നെ എനേബിൾ ചെയ്തിടുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അതിലിപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മാക്സിമം I'm alone, I'm alright. It's so cold outside. ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഗെയിം ബൂസ്റ്റർ എന്നാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. 100% സേഫ് ആയിട്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫോണിൻ്റെ സ്പെക്ക് ഞാൻ ഒന്ന് കാണിക്കുവാണ്. എൻ്റെ ഫോൺ എന്ന് പറഞ്ഞാൽ MIUI 11 വർക്ക് ആവുന്നത്. അതിൻ്റെ വേർഷൻ, അതുപോലെ ഇപ്പോൾ ആൻഡ്രോയിഡ് വേർഷൻ വരുന്നത് പൈ ആണ് വരുന്നത്. അതുപോലെ റാം മാനേജ്മെൻറ്റ് വരുന്നത് 3GB റാം ആണ് വരുന്നത്. അപ്പം നിങ്ങൾ ഇതിൻ്റെ പ്രൊസസ്സർ CPU വരുന്നത് ഒക്ടാ-കോർ മാക്സ് 2.20 ജിഗാലാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് സ്നാപ്ഡ്രാഗൺ 660 ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്റേണൽ മെമ്മറി 32GB ആണ്. എനിക്കിപ്പോൾ അനേബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് 2GB ആണ്. ബാക്കിയെല്ലാം നമ്മളിപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഫയൽസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. സ്റ്റോറേജ് ഒരുപാട് യൂസ്ഡ് ആണ്. ഇനി നേരെ നമുക്ക് ആപ്ലിക്കേഷനിലോട്ടൊന്ന് പോകാം. ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ജസ്റ്റ് ഗെയിം ടൂൾസ് എന്ന് പറഞ്ഞിട്ട് സ്പീഡ് ബൂസ്റ്റർ GFX ടൂൾ എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ആയി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കാണാം പിങ് 00MS, അതുപോലെ ബൂസ്റ്റ്, അൾട്രാ ബൂസ്റ്റ്, GFX ടൂൾ, അങ്ങനെ കിടക്കുന്ന കാണാം കുറേ ഓപ്ഷൻസ്. നമുക്കിവിടെ പ്ലസ് ഐക്കൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ഗെയിംസ് വേണമെങ്കിലും, ഇപ്പോൾ വേറൊരു ഗെയിം ആണെങ്കിൽ പോലും ആഡ് ചെയ്തിടാം, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ആഡ് ചെയ്തിടാം. ഇപ്പം നിങ്ങൾക്ക് കാൾ ഓഫ് ഡ്യൂട്ടി ആവാം, PUBG ആവാം, ബാറ്റിൽ ഗ്രൗണ്ടിൽ ഏതൊരു മോഡൽ ഗെയിംസ് വേണമെങ്കിലും നമുക്ക് ഇവിടെ ആഡ് ചെയ്തിടാം. അത് 100% സേഫ് ആയിട്ട് തന്നെ ആഡ് ചെയ്തിടാം. അപ്പം നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഇവിടെ ആഡ് ചെയ്തിരുന്നുണ്ട്. ഇപ്പം ഞാൻ ഓൾറെഡി ഇവിടെ PUBG മൊബൈൽ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് ശേഷം നമുക്ക് നേരെ ബാക്കിലോട്ട് പോകാം. ബാക്കിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബൂസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. ബൂസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ ആപ്ലിക്കേഷൻ എടുത്ത് ബൂസ്റ്റ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടാണ് ഒരു ആപ്ലിക്കേഷൻ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ വരാത്തത്. അപ്പോൾ പിന്നീട് അത് കഴിഞ്ഞാൽ അൾട്രാ ബൂസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. അത് വാച്ച് വീഡിയോ ടു അൺലോക്ക് എന്നാണ്. നമുക്കൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് അൺലോക്ക് ആയി വരും. ഒരു ആഡ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അൺലോക്ക് ആയി വരും. ഇത് വേണ്ട എങ്കിൽ നമ്മളിപ്പം അതിന് ശേഷം നമ്മുടെ GFX ടൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കൊടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് കാണാം FPS കിടക്കുന്നത്, ഗ്രാഫിക്സ് കിടക്കുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഗ്രാഫിക്സ് ആണ് നമ്മൾ PUBGയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഗ്രാഫിക്സ് ഒരുപാട് നമ്മൾ ഇടുന്നവരുണ്ട്, കുറച്ചിടുന്നവരുണ്ട്. ഇപ്പോൾ ഏകദേശം ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ചൂസ് ചെയ്താൽ പോലും അൾട്രാ HDയിൽ ഗ്രാഫിക്സ് ഇടില്ല, സ്മൂത്തിൽ തന്നെ ഗ്രാഫിക്സ് ഇടുന്നുള്ളൂ. ഇപ്പം സ്മൂത്തിൽ ഇട്ടാൽ തന്നെ ഗെയിം ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു HD രീതിയിലുള്ള ഒരു 4K രീതിയിലുള്ള അൾട്രാ HD രീതിയിലുള്ള ഒരു വിഷ്വൽസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതിനുശേഷം നമുക്കിവിടെ FPS എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ജസ്റ്റ് കൊണ്ടുവന്നത് 19 FPS കൊടുക്കുകയാണ്. ഇപ്പോൾ 120 FPS കൊടുക്കുക, അതുപോലെ 144 FPS കൊടുക്കുക. ഞാൻ 19 FPS ആണ് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ ഗ്രാഫിക്സ് സ്മൂത്തായി കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ആവുന്നതാണ്. ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചൊരു ഗ്ലോബിനിൻ്റെ പടം കാണിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ആഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആഡ് നോക്കേണ്ട ആഡ് വരും. ആഡ് ഓൾറെഡി ഇതിനകത്ത് ആപ്ലിക്കേഷനകത്ത് ഒരു ചെറിയൊരു ആഡ് വരുന്നുണ്ട്. അതിനുശേഷം നമ്മളൊക്കെ അതെല്ലാം കഴിഞ്ഞ ശേഷം ഒപ്റ്റിമൈസ്ഡ് എന്ന് കാണിക്കുന്നതാണ്. ഇനി ഒപ്റ്റിമൈസ്ഡ് എന്ന് കാണിച്ച ശേഷം നമുക്ക് ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഗെയിം ഓപ്പൺ ചെയ്യാം. കണ്ടോ, അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഗെയിം ഓപ്പൺ ചെയ്യാം. അതിനകത്ത് ക്ലിയർ ബാക്ക്ഗ്രൗണ്ട്, ക്യാഷ് ടു ഫ്രീ മെമ്മറി ടു ഫോർ ഗെയിം, അതുപോലെ ബൂസ്റ്റ് PUBG മൊബൈൽ ലൈറ്റ് ടു മാക്സ് പെർഫോമൻസ് എന്ന് പറഞ്ഞ എഴുതി കാണിക്കുന്നതാണ്. അതിനുശേഷം ഒപ്റ്റിമൈസ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഒപ്റ്റിമൈസ്ഡ് എന്ന് വന്ന ശേഷം നമുക്ക് ഇവിടെ ലോഞ്ച് PUBG മൊബൈൽ എന്ന് കാണാം. നിങ്ങൾക്ക് ഒരു ആഡിൻ്റെ താഴെ ലോഞ്ച് PUBG മൊബൈൽ ലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നിങ്ങളുടെ PUBG മൊബൈൽ ഓപ്പൺ ആയി വരുന്നതാണ്. PUBG മൊബൈൽ ഓപ്പൺ ആയി വരുന്നതാണ്.
സോ ഗൈസ് നമുക്ക് ഇവിടെ സെറ്റിങ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കും. പിന്നെ സെറ്റിങ്സിനകത്ത് വല്ല ചേഞ്ചോ കാര്യങ്ങളോ വരുന്നുണ്ടോ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗ്രാഫിക്സ് സെക്ഷൻ നോക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഗ്രാഫിക്സ് ഒരു കാരണവശാലും ചേഞ്ച് ആയിട്ടില്ല. സ്മൂത്തിൽ തന്നെയാണ് നമ്മുടെ ഗ്രാഫിക്സ് കിടക്കുന്നത്. അതുപോലെ ഫ്രെയിം റേറ്റ് വരുന്നത് എക്സ്ട്രീമിലാണ്, വേറൊന്നും തന്നെ ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ ഞാൻ കളിക്കുന്ന ഗെയിം എന്ന് വെച്ചാൽ പബ്ജി മൊബൈൽ ലൈറ്റ് ആണ്, പബ്ജി മൊബൈൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബ്രൈറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയുന്നുണ്ടോ, ഗ്രാഫിക്സ് ഏകദേശം നല്ലൊരു ഗ്രാഫിക്സിലാണ് നമുക്കിപ്പോൾ ആ ഗെയിം ഓപ്പൺ ആയി നോക്കുന്നുണ്ടോ. അപ്പോൾ ആ ഒരു ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. അതുപോലെ സ്മൂത്ത് ആയിട്ടുള്ള ഇത് ഒരു പെർഫോമൻസ് ഉണ്ട്. അതിനുശേഷം സാധാരണ രീതിയിൽ നമ്മളൊരു ഇത് ഉപയോഗിച്ചാൽ പോലും ഗെയിം ഇത്ര സ്മൂത്ത് ആവില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാം പിങ് എത്രത്തോളം പിങ് വന്നിട്ടുണ്ടെന്ന്. നമുക്ക് 76 ms ആ ഒരു റേഞ്ചിൽ പിങ് വരുന്നുള്ളൂ, ഒരുപാട് കൂടുന്നില്ല. ഏകദേശം 84 വരുന്നുണ്ട്. ഇടയ്ക്ക് പിങ് കൂടും. കാര്യം പിങ് ഓൾറെഡി ഇല്ലാതിരിക്കില്ല. കാര്യം അത് നെറ്റിൻ്റെ ഇഷ്യൂ വരും, പലതരത്തിലുള്ള സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ പിങ് ഇഷ്യൂ വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കളിക്കാനായിട്ട് കാണിച്ചെന്നല്ല, ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ഇവിടെ എനിമയുടെ ഇടയ്ക്കാണ് കൊണ്ടിരിക്കുന്നത്, കുറേ പേരുണ്ടല്ലോ. അയ്യോടാ ജസ്റ്റ് നിങ്ങൾക്ക് ഐസ് കാണാം, കണ്ടോ, കണ്ണിങ്ങനെ വെച്ച് തിരിച്ചു പോകാം. ആള് കണ്ടോ, ഒരുത്തൻ ഓടി വരുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് എവിടെ പോകേണ്ടതെന്ന് വെച്ചാൽ അവിടെ പോയി ലൂട്ട് എടുക്കാം. ആ ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. പിന്നെ പിടിച്ചു നിർത്തുന്നത് ചെറിയൊരു പിങ്ങിൻ്റെ ഒരു ഇഷ്യൂ, അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ 100% ഈ ആപ്ലിക്കേഷനോട് യോജിക്കുന്നുണ്ട്. പിന്നെ എവിടെയെങ്കിലും എനിമി വന്നാൽ എനിക്ക് സറൗണ്ട് ചെയ്താൽ അറിയില്ല. ഇപ്പോൾ ഇതുവരെ ആരും ലോക്കായിട്ടൊന്നുമില്ല. നമുക്ക് നിങ്ങൾക്ക് കാണാം അവിടുന്ന് എനിമീസൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ ഇവിടെ കാണാം. അപ്പോൾ അത്രയും നല്ലൊരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടുന്നുണ്ട്. വേറെ ഒരു കുഴപ്പമില്ല. നമുക്ക് അതേപോലെ തന്നെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും. കണ്ടോ, നല്ല രീതിയിലൊരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാവരെയും കൊണ്ടുപോകും. സോ ഗൈസ്, ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴ്ത്തി കൊടുക്കുന്നുണ്ട്. മറക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ലാഗ്, ഒരു വിധമുള്ള ലാഗും കാര്യങ്ങളും നിങ്ങൾക്ക് ഫ്രീ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞത് തന്നെ ഇത് ഗെയിം ബൂസ്റ്റ് ആണ്. അതുപോലെ ഇപ്പോൾ ഗ്രാഫിക്സ് 2.0 എന്ന് തന്നെ നമുക്ക് പറയാൻ കാര്യം അത്ര നല്ലൊരു രീതിയിൽ നമുക്ക് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിലൊരു കുഴപ്പവും ഇല്ല. നല്ല രീതിയിൽ നമുക്ക് ഗെയിം സ്മൂത്ത് ആക്കാൻ പറ്റും. അതിലിപ്പോൾ നമുക്ക് കളിക്കാൻ പറ്റും, നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ പബ്ജിയിൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത് പബ്ജിയിലെ കൺട്രോളാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കൺട്രോളും കാര്യങ്ങളുമാണ്. അപ്പോൾ നമുക്ക് കൺട്രോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പബ്ജിയിലെ കൺട്രോളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കൺട്രോളും കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ഗെയിംസ് നമുക്ക് കളിക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ചാടുമ്പോൾ ഉള്ള ഒരു ഇത് സ്മൂത്ത്നെസ്, അതുപോലെയൊക്കെ കണ്ട് ഇങ്ങോട്ട് ആ ഒരു ഇത് കണ്ട ഒരു നല്ല രീതിയിൽ നമുക്ക് ഇവിടെ വർക്ക് ആവുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്ത് യൂസ് ചെയ്യാം. പക്ക നല്ലൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് യാതൊരു രീതിയിലുള്ള ഒരു കുഴപ്പവും നമുക്ക് ഉണ്ടാവില്ല. ചത്തുകളൊക്കെ ഒടിപ്പിച്ചു. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു രീതിയിലും നമുക്കൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. പിന്നെ നമ്മുടെ മൊബൈലിൽ ഗെയിം കളിക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ കയ്യിൽ പൗഡറോ അല്ലെ എന്തെങ്കിലും ഒരു ഇത് ഇടണം. കാരണം നമ്മുടെ കൈ എപ്പോഴും വർക്ക് ആവുന്നത് ഇതായിട്ടായിരിക്കണം, തെന്നി വർക്ക് ആവണം, അല്ലെങ്കിൽ നമുക്ക് കളിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കൈ ഇപ്പോൾ ഓൾറെഡി ഡിസ്പ്ലേയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് നീക്കാൻ പറ്റുന്നില്ല. കണ്ടോ, അങ്ങനൊരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് നീക്കി അടിക്കാനൊന്നും പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഹെഡ്സെറ്റ് ക്വാളിറ്റി ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ്. ഹെഡ്സെറ്റ് ക്വാളിറ്റി നമുക്ക് നല്ലൊരു ഹെഡ്ഫോൺ വേണം ഗെയിം കളിക്കുമ്പോൾ. അതൊരു നല്ലൊരു ഹെഡ്ഫോൺ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഗെയിംസ് നമുക്ക് മുന്നോട്ട് കളിക്കാൻ പറ്റത്തുള്ളൂ.
നല്ലൊരു ക്വാളിറ്റി വേണം. അപ്പോൾ ഇത്ര നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങളുടെ PUBG 100% നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ വീഡിയോയ്ക്ക് അത് കുറച്ച് ടിപ്പും ട്രിക്കുമാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ 100% എടുത്ത് യൂസ് ചെയ്താൽ നിങ്ങളുടെ ഗെയിമൊക്കെ ഒരുവിധം നിങ്ങൾക്ക് ലാഗും പിങ്ങും ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഒരുവിധം കളിക്കാൻ പറ്റും. പിങ്ങ് വരും, പക്ഷേ പിങ്ങ് ഒരിക്കലും ക്ലിയർ ചെയ്യാൻ പാടാണ്. നമുക്ക് നെറ്റിൻ്റെ അനുസരിച്ചിരിക്കും പിങ്ങ് ക്ലിയർ ചെയ്യുന്നത്. ഇപ്പം നല്ലൊരു രീതിയിൽ നെറ്റ്വർക്കിങ് കിട്ടുവാണെങ്കിൽ നമ്മുടെ പിങ്ങ് ക്ലിയർ ആവും. അല്ലാതെ നമുക്ക് പിങ്ങ് ക്ലിയർ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ അത്ര ഉറപ്പില്ല. കാര്യം ഏകദേശം പിങ്ങിനെയൊക്കെ തടയാനുള്ള ട്രിക്കുകളൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നത്. പെർഫെക്റ്റായി പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ ലാഗ് പെർഫെക്റ്റായിട്ട് നമുക്ക് തടയാൻ പറ്റും. ഒരു രീതിയിലുള്ള ഫ്രെയിം സ്കിപ്പ് ആവുന്നതോ ലാഗോ അങ്ങനെയൊന്നും ഒരു തരത്തിലും ഉണ്ടാവില്ല. ഈ ഒരു രീതിയിൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ലാഗ് ഫിക്സ് ചെയ്യാൻ പറ്റും. 3GB RAM അതുപോലെ 4GB വേരിയൻറ്റിലൊക്കെ ലാഗ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എനിവേ അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ